ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ CGL 2025 ക്ലാസ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുന്ന സമയത്ത് പ്രീവിയസ് ഇയറിൻ്റെ ബുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാത്ത അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഒരുപാട് ടൈം എടുക്കുമെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 10 ക്വസ്റ്റ്യൻസ് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാവരും കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനലിലെ തന്നെ പ്ലേലിസ്റ്റ് നോക്കുക, CGL 2025 പ്ലേലിസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ മാത്സിൻ്റെ ക്ലാസ് കണ്ട് അത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ബെസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസിലെ നമ്മളുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് ചെയ്യുന്നത്. റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ ടോപ്പിക്കിൻ്റെ നെയിം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് സിലബസിൽ ഇല്ലല്ലോ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന്. അപ്പോൾ ഒരുപാട് നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ വരുന്ന ഒരു പാർട്ടാണിത്. നമ്പർ സിസ്റ്റം ഇതുപോലെ കുറേ സബ് ടോപ്പിക്കുകൾ ചേർന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അത് നമുക്ക് ഇന്ന് എങ്ങനെ ചെയ്യാമെന്നും ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ ആയിരുന്നു, ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ഏറ്റവും ഈസി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എക്സാമിന് പ്രാക്ടിക്കൽ മെത്തേഡിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഇത് നമ്മളുടെ CGL 2024 പ്രിലിംസ് ക്ലിയർ ആയ ആൾക്കാരാണ്, മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ പഠിച്ച് മെയിൻസ് തയ്യാറെടുക്കുന്നവരുണ്ടായിരിക്കാം. അതുപോലെ തന്നെ അടുത്ത CGL 2025 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ കാണും. ഏകദേശം 6-7 മാസമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ അതിന് നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ആക്കാൻ CGL ഓൺലൈൻ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ആപ്ലിക്കേഷനിൽ നിന്നും ഇതിൻ്റെ ഡെമോ ക്ലാസ്സിലൊക്കെ കണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് CGL ക്ലിയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ബുക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ വാല്യൂ, ഇങ്ങനെ ഒരു വലിയ എക്സ്പ്രഷൻ തന്നിട്ട് ഇതിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ അറിയണം. ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇത് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല, ഇത് നോക്കി തന്നെ പറയാം. 4 മൈനസ് √8, 4 പ്ലസ് √8, 4 പ്ലസ് 2√2. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം, പേന എടുക്കാതെ. മൈനസ് ഇവിടെ പ്ലസ് വരും. ഓക്കെ, -4 മൈനസ് 2√2. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കി തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പെൻ ഫ്രീ ആയിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പെൻ ഫ്രീ ആയിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്തെന്ന് വെച്ചാൽ A+B × A-B എന്ന് പറയുന്ന ഫോമുല നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു നമ്പറിൻ്റെ ഡിഫറൻസും ഒരു നമ്പറിന്റെ സമ്മും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ സ്ക്വയറിന്റെ ഡിഫറൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. A+B × A-B എന്ന് പറഞ്ഞാൽ A² - B² ആണ്. അല്ലെങ്കിൽ A-B × A+B എന്ന് പറഞ്ഞാൽ A² - B² ആണ്. അതുപോലെ തന്നെ കോഞ്ചുഗേറ്റ്, റാഷണലൈസേഷൻ എന്താണെന്ന് അറിയണം. അതൊക്കെ ഓൾറെഡി ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്നുകൂടെ പറയാം. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടേമിനെ എടുക്കുവാണ്. 1/4 - √15 എന്ന് പറയുന്ന വാല്യൂ എടുത്താൽ ഞാൻ താഴത്തുള്ള റൂട്ടിനെ കളയാൻ വേണ്ടി മേളിലും താഴെ എന്ത് ചെയ്യുന്നു? ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മൾ ഒരേ നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു ഫ്രാക്ഷനിലും മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ഓവറോൾ വാല്യൂവിന് ചേഞ്ച് വരത്തില്ല. അപ്പോൾ താഴെയുള്ള ഇതിനെയാണ് നമ്മൾ റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ആ ഒരു വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് കോഞ്ചുഗേറ്റ്. അപ്പോൾ ഇവിടെ മൈനസ് ആണുള്ളതെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? പ്ലസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 4 + √15 കൊണ്ട് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യും. എന്താണോ റൂട്ടിൻ്റെ അവിടെ ഉള്ളത് മൈനസ് ആണെങ്കിൽ അത് പ്ലസ് ആക്കുക. അതുകൊണ്ട് എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? മേളിൽ 4 + √15 വന്നു. താഴെ നമുക്ക് A+B, A - B × A+B, ഒരു നമ്പരും അതിൻ്റെ സമ്മും ഒരു നമ്പരും അതിൻ്റെ ഡിഫറൻസും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ ആ നമ്പറിൻ്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ 16, A² - B², √15ന്റെ സ്ക്വയർ. ഇപ്പോൾ റൂട്ടിൻ്റെ റൂട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് റൂട്ട് ക്യാൻസൽ ആവും. അല്ലെങ്കിൽ പവർ 1/2 × 1/2 നമുക്ക് പവർ 1 ആവും. അതൊക്കെ സഡ്സ് ആൻഡ് ഇൻഡിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ, ഓൾറെഡി സഡ്സ് ആൻഡ് ഇൻഡിസസ് ചെയ്തിട്ടുണ്ട്, SSC GD വേണ്ടി ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആ ക്ലാസ് ഒന്ന് കണ്ടാൽ അത് മനസ്സിലാവും. അപ്പോൾ 4 + √15 × 4 - √15 നമുക്ക് 16 - √15ന്റെ സ്ക്വയർ 15 എന്ന് വരും. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ 1 വന്നു. ഏതൊരു നമ്പറിൻ്റെ ഡിനോമിനേറ്ററിൽ 1 വന്നാലും അതെന്താണ്? ഇൻബിൽറ്റ് ആയിട്ട് അതിലുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈ നമ്പറിൻ്റെ 1/4 - √15 നമുക്ക് 4 + √15 എന്ന് പറയാം. 4 + √15 എന്ന് പറയാം. അതായത് ഇവിടെ എന്ത് ചെയ്തു? നമ്മളുടെ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഈ കാര്യം നിങ്ങൾ എക്സാമിന് ഇങ്ങനെ ചെയ്യണമെന്നല്ല, ഇത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് കിട്ടിയ അറിവെന്ന് പറഞ്ഞാൽ, കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 നമ്പേഴ്സ്, ഒരു റൂട്ടും ഒരു കോൺസ്റ്റന്റും തമ്മിൽ ഉള്ള ഒരു നമ്പർ തന്നു. ഒരു റൂട്ടും, ഈ റൂട്ടാണ് ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്, ഇതാണ് റാഷണൽ നമ്പർ. അപ്പോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്വയറിന്റെ ഡിഫറൻസ്. ഇതേപോലെ നമുക്ക് റൂട്ടും ആ നമ്പരും വെച്ച് തന്നിട്ടുള്ള നമ്പറിൻ്റെയും ഈ റൂട്ടിലുള്ള റൂട്ടിൻ്റെയും സ്ക്വയറിന്റെ ഡിഫറൻസ് ഇങ്ങനെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല. ഡിഫറൻസ് 1 ആയിട്ടുണ്ടെങ്കിൽ
സ്ക്വയറിന്റെ ഡിഫറൻസ് 1 ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റെസിപ്രോക്കൽ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ഒരു സൈൻ അങ്ങ് ചേഞ്ച് ചെയ്താൽ മതി. എങ്ങനെ മനസ്സിലായി? സൈൻ ചേഞ്ച് ചെയ്താൽ എങ്ങനെ മനസ്സിലായി? ഇവിടെ 1/4 - √15. ഇപ്പോൾ 4 - √15ന്റെ റെസിപ്രോക്കലാണ് കണ്ടുപിടിക്കേണ്ടത്. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തലതിരിച്ചിരുന്നത്. അപ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയറിന്റെ ഡിഫറൻസ് 1 ആണ്. ഇവിടെ നോക്ക്, സ്ക്വയറിന്റെ ഡിഫറൻസ് √15ന്റെ സ്ക്വയർ 15 ആണ്, √14ന്റെ സ്ക്വയർ 14 ആണ്. ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. ഇവിടെ സ്ക്വയറിന്റെ ഡിഫറൻസ് 1 ആണ്. സ്ക്വയറിന്റെ ഡിഫറൻസ് 1 ആണ്. സ്ക്വയറിന്റെ 1 ആണ്. സ്ക്വയറിന്റെ ഡിഫറൻസ് 1 ആണ്. സ്ക്വയറിന്റെ ഡിഫറൻസ് 1 ആണ് അല്ലേ? √10ന്റെ സ്ക്വയർ 10ഉം 3ന്റെ സ്ക്വയർ 9ഉം. ഡിഫറൻസ് 1 ആണ്. 3ന്റെ സ്ക്വയർ 9ഉം √8ന്റെ സ്ക്വയർ 8ഉം. സ്ക്വയറിന്റെ ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. അങ്ങനെ സ്ക്വയറിന്റെ ഡിഫറൻസ് 1 ആണെങ്കിൽ നമുക്ക് ആ നമ്പറിന്റെ റെസിപ്രോക്കൽ എഴുതാൻ എന്ത് ചെയ്താൽ മതി? റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് 4 - √15ന്റെ റെസിപ്രോക്കൽ എഴുതി വെച്ചേക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ഇടയ്ക്കുള്ള സിമ്പിൾ അങ്ങ് മാറ്റിയിട്ട് ന്യൂമറേറ്റർ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഡയറക്റ്റ് 4 - √15ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 + √15 ആണ്. അതുപോലെ തന്നെ √15 - √14ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? √15 + √14 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതിന്റെ റെസിപ്രോക്കലാണ് എഴുതി വെച്ചേക്കുന്നത്, തലതിരിച്ചുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂസിനെ എല്ലാം എങ്ങനെ എഴുതാം? 4 - √15നെ നമുക്ക് 1/4 - √15നെ 4 + √15 എഴുതാം. മൈനസ് ഇനി 1/√15 - √14നെ എന്ന് പറഞ്ഞാൽ എന്താ? √15 - √14ന്റെ റെസിപ്രോക്കലാണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? √15 + √14 എഴുതാം. അങ്ങനെ അടുത്ത പ്ലസ് 1/√14 - √14നെ √13നെ നമുക്ക് എങ്ങനെ എഴുതാം? √14 + √13. അതേപോലെ അടുത്ത മൈനസ് വരും. അങ്ങനെ പോയി എവിടെ വരെ പോവും? ഇവിടെ മൈനസ് 1/3 - √8. അപ്പോൾ 3 - √8ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 + √8 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പോവും, √8 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ പ്ലസ് √15ഉം ഇവിടെ ഈ മൈനസ് അകത്തോട്ട് പോകുമ്പോൾ -√15 വെട്ടിപ്പോയി. ഇനി ഇവിടെ എന്താണ്? ഇവിടെ -√14 ആണ്. മൈനസ് അകത്ത് വരുമ്പോൾ -√14 ആണ്. അതും ഈ പ്ലസ് √14 പോകും. ഇനി പ്ലസ് √13ഉം ഇവിടെ ഒരു -√13 വരും. അങ്ങനെ പോകും. അങ്ങനെ പോയി എല്ലാത്തിൻ്റെയും ആദ്യത്തെ ടേം എന്ത് ചെയ്യും? രണ്ടാമത്തെ ഇതിന്റെ √15 + √14ന്റെ ഓരോ തുടക്കുന്ന ടേമും എന്ത് ചെയ്യും? കട്ട് ചെയ്തു. ലാസ്റ്റ് ആര് നിൽക്കും? √8 മാത്രം നിൽക്കും. ഏത് √8? ഇവിടെ മൈനസ് ഉള്ള -√8. അപ്പം നമുക്ക് ബാക്കി ആര് കാണും? 4 അവിടെ തന്നെ കാണും. 4 - √8. √8നെ നമുക്ക് എങ്ങനെ എഴുതാം? √8 എന്ന് പറഞ്ഞാൽ √4 × 2 ആണ്. 4 റൂട്ടിന്റെ പുറത്ത് വരുമ്പോൾ എന്താവും? 2 ആവും. 2√2 എന്ന് നമുക്ക് എന്ത് എഴുതാം? √8നെ 2√2 എന്ന് എഴുതാം. അപ്പം നമുക്ക് ആൻസർ എന്ത് കിട്ടും? 4 - 2√2. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പം ഇത് പേന എടുക്കാതെയും ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ എഴുതിയും ചെയ്യാൻ പറ്റും. ഇനി എഴുതി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നായിട്ട് 4 + √15, ഇനി മൈനസ് √15 പ്ലസ് ആയതുകൊണ്ട് പ്ലസും മൈനസ് കൂടെ മൈനസ് ആവും, -√14. ഇനി പ്ലസ് √14 - √30, അത് പ്ലസ് ആണ്. √13, √14 + √13. ഇനി അതേപോലെ ഇനി മൈനസ് ആണ്. -√13 -√12. അങ്ങനെ എഴുതി പോകേണ്ടി വരും. √15, √15, -√14, √14, -√13 + √13. അങ്ങനെ വെട്ടി അവസാനം എന്ത് വരും? ഇവിടുത്തെ -3 +3 എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോവും. ലാസ്റ്റ് നിൽക്കുന്നത് ഇവിടെ -√8 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? -√8 ബാക്കി നിൽക്കുമ്പോൾ 4 - √8. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പല ആൾക്കാർക്കും പഠിക്കുന്ന ലെവൽ അനുസരിച്ച് ഓരോരുത്തരും ഓരോ സമയമാണ് എടുക്കുന്നത്. ചിലവർ ഈ ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല. മിക്കവാറും മെജോറിറ്റി ആൾക്കാർ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഇത് ചെയ്യത്തില്ല. അല്ലാത്തവർ എന്ത് ചെയ്യും? ഓരോ സ്റ്റെപ്പായിട്ട് എഴുതി, സ്റ്റെപ്പുകൾ കൂടുതൽ എഴുതി ഒരു 4-5 സ്റ്റെപ്പിൽ ചെയ്യും. ബാക്കി ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവർ എന്ത് ചെയ്യും? പെൻ ഫ്രീ ആയിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ പെൻ ഫ്രീ ആയിട്ട് ചെയ്ത്, ഇതൊക്കെയാണ് കട്ട് ഓഫിനെ സ്വാധീനിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരിൽ നിന്നും നിങ്ങളെ വ്യത്യസ്തരാക്കുന്ന മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? പേന എടുക്കാതെ ഇനി ഇതേപോലത്തുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു സിമ്മട്രി നിങ്ങൾ നോക്കിയാൽ മതി. ഓരോ രണ്ടാമത്തെ ടൈമും എന്ത് ചെയ്യുന്നു? വെട്ടി പോകുന്നു. അതായത് ഇവിടെ സ്റ്റാർട്ടിങ്ങുള്ള ടൈം പോകുന്നില്ല, ഇതും അടുത്തതായിട്ട് വെട്ടുന്നു, ഇതും അടുത്തായിട്ട് വെട്ടുന്നു, ഇതും അടുത്തായിട്ട് വിടുന്നു, ഇതും അടുത്തായിട്ട് വിടുന്നു. അങ്ങനെ ഇവിടെയുള്ള വാല്യൂവും അടുത്തായിട്ട് വെട്ടും. ബാക്കി ലാസ്റ്റ് ആര് കിടക്കും? ഏറ്റവും ലാസ്റ്റുള്ള ഈ വാല്യൂ കാണും, ഏറ്റവും തുടക്കമുള്ള ആദ്യത്തെ വാല്യൂ കാണും. ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു പാറ്റേൺ തിരിച്ചറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. വലിയ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും ഷോർട്ട് സൊല്യൂഷൻ. എത്രത്തോളം ക്വസ്റ്റ്യൻ വലുതാവുന്നോ അത്രത്തോളം നമ്മൾ ബെസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കും പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. യെസ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേ. ട്രൈ ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ. അപ്പം നമുക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, ഒരു കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ 3 നമ്പർ ഞാൻ എഴുതുവാണ്. 2, 3, 4.
ഇതിനകത്ത് വലുത് ഏതാണ്? 4 വലുത്, അതിൽ ചെറുത് 3, അതിൽ ചെറുത് 2. പക്ഷേ റെസിപ്രോക്കൽ എടുക്കുമ്പോഴോ 1/2, 1/3, 1/4 ഇങ്ങനെ എഴുതിയാൽ ശരിയാവോ? അല്ല. 2 ഉള്ളത് ഒരു ഭാഗം, ഇതാണ് വലുത്, 0.5 ആണ്. 1/3 എന്ന് പറയുമ്പോൾ 0.33 വരും. 1/4 എന്ന് പറയുമ്പോൾ 0.25 വരും. അപ്പോൾ ഏതാണ് ഇതിനകത്ത് ഏറ്റവും വലുത്? 1/2 ആണ് വലുത്. അത് കഴിഞ്ഞ് വലുത് ഏതാ? 1/3 ആണ്. അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. അപ്പോൾ 1/2 ഗ്രേറ്റർ ദാൻ 1/3 ഗ്രേറ്റർ ദാൻ 1/4, അതായത് 1/4 ആയിരിക്കും അവിടെ ഏറ്റവും ചെറുത്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് കാര്യം മനസ്സിലായി? ഡിനോമിനേറ്ററിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ നമ്പർ എന്ത് ചെയ്യും? ചെറുതായി വരും. അല്ലെങ്കിൽ നോർമലായിട്ട് എഴുതുന്ന സമയത്ത് വലുതായിരുന്ന സാധനം റെസിപ്രോക്കൽ ആകുമ്പോൾ എന്താവും? ഏറ്റവും ചെറുതാവും. അപ്പോൾ അതാണ് ഈ കൺസെപ്റ്റാണ് ഞാൻ ഇവിടെ ഈ എക്സാമ്പിൾ വഴി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ എങ്ങനെയാണ് ഇതിനേക്ക് ഈക്വൽ ആക്കുന്നതെന്ന് നോക്കി. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ് ഏതാണ്? ക്യൂബ് റൂട്ട് ഓഫ് 12ഉം ഫോർത്ത് റൂട്ട് ഓഫ് 29ഉം. ഈ ക്വസ്റ്റ്യൻ എല്ലാം പ്രീവിയസ് വന്നതാണ്. റൂട്ട് 5 ആണ് വന്നിട്ടുള്ളത്. ഈ നമ്പറാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എല്ലായിടത്തും തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് ഏറ്റവും വലുത് ഏതാണെന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ ഓർഡർ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെയെല്ലാം ഇവിടെ ക്യൂബ് റൂട്ട് ഓഫ് 12 എന്ന് പറഞ്ഞാൽ 12⁻⁻³ ആണ്. 12⁻⁻³ ആണ്. ഫോർത്ത് റൂട്ട് ഓഫ് 29 എന്ന് പറഞ്ഞാൽ 29⁻⁴ ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസിൻ്റെ ലിങ്ക്, ഇതിന് കാണേണ്ട ക്ലാസിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാം? ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇത് 5⁻1/2 ആണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരേ വാല്യൂ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരേ പവർ കൊണ്ട് എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരേ പവർ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഒരേ പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഡിനോമിനേറ്ററിൻ്റെ LCM 3ൻ്റെയും 4ൻ്റെയും 2ൻ്റെയും LCM എത്രയാണ്? ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എത്രയാണ്? 12 ആണ്. എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ടുള്ളൊരു വാല്യൂ 12. അപ്പോൾ ഇതിവിടെ എല്ലാവർക്കും എന്ത് ചെയ്യാം? 12 പവർ കൊടുക്കാം. പവർ 12 കൊടുക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇതിനകത്ത് വലുതും ചെറുതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്ത് കിട്ടും? 12⁻1/3 A⁻m⁴n എന്ന് പറഞ്ഞാൽ A⁻m ആണ്. ആ ഒരു പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 12/3 എന്ന് വെച്ചാൽ 12/4, 29/12/4 3 കിട്ടും. 5/6 എന്ന് കിട്ടും. 5/6 എന്ന് കിട്ടും. ഇതിനകത്ത് ഇനി ഏതായിരിക്കും വലുത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 12/4 12/4 എന്ന് പറഞ്ഞാൽ എന്താ? 1728 12ന്റെ ക്യൂബ്. അതേ ഇൻറ്റു 12 ആണ്. അപ്പം നിങ്ങൾ 10 നോക്കിയാലും ഇതേ ഇൻറ്റു 10 ചെയ്താൽ പോലും 17,280. അതിൻ്റെ കൂടെ ഒരു 3000 സംതിങ്, ഏകദേശം 20,000ൻ്റെ അടുത്തേ വരത്തുള്ളൂ. ഇതാണ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരിക്കലും ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ട് നിങ്ങൾ ഇവിടെ തന്നെ തിരിച്ചു വരും, അതെനിക്ക് ഉറപ്പാണ്. കാര്യം ഈ ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങളെ അവിടെ ചെയ്യിപ്പിക്കത്തില്ല. നിങ്ങളെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യിപ്പിച്ച് പോയി കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഒരിക്കലും കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഉള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ളതെല്ലാം ഈ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കണ്ട് പഠിക്കുക. ഇതിനകത്ത് തന്നെ ഉണ്ട്. ഡെയിലി നമ്മൾ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് ഡെയിലി കാൽക്കുലേഷൻ ചെയ്യുക. സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിൻ്റെയും ബേസിക് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്കത് സമയം കിട്ടുന്ന പോലെ എടുക്കാം, അല്ലെങ്കിൽ പെയ്ഡ് ക്ലാസ് പഠിക്കാം. പക്ഷേ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചുകൊണ്ട് പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏകദേശം 20,000 സംതിങ് വരും 12⁻4 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ 20,000ൻ്റെ അടുത്ത് വരും ഈ വാല്യൂ. 29ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 29ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തായാലും 25ൻ്റെ ക്യൂബ് തന്നെ 156 25 15,000 സംതിങ്. 26ൻ്റെ ക്യൂബ്. അപ്പോൾ 29ൻ്റെ ക്യൂബ് നമുക്ക് എന്ത് വരും? 841 29ൻ്റെ സ്ക്വയർ. അത് ഇൻറ്റു 29. ഏകദേശം നമുക്ക് എന്ത് വരും? ഇതേ ഇൻറ്റു 30 ചെയ്താൽ തന്നെ നമുക്ക് 24,000. അപ്പോൾ 24,000ത്തിൽ നിന്ന് 800 കുറയത്തേ ഉള്ളൂ. അപ്പോൾ അതായത് 22,000 സംതിങ്. എന്തായാലും 20,000 കൂടുതലായിരിക്കും ഈ വാല്യൂ. 5/6 എന്ന് പറഞ്ഞാൽ ഒരിക്കലും 5ൻ്റെ ക്യൂബ് 125. 5/6 എന്ന് പറഞ്ഞാൽ എന്താ? 5 സ്ക്വയർ 25⁻3 ആണ്. 25ൻ്റെ ക്യൂബ് എഴുതിയിരിക്കുന്നത്. 25ൻ്റെ ക്യൂബ് എന്താണ്? എന്തായാലും 156 25. ഇത് കാണാതെ പഠിക്കേണ്ട വാല്യൂ. 15,000 സംതിങ്ങേ വരത്തുള്ളൂ. 25ൻ്റെ ക്യൂബ് വരെ നമ്മൾ ഡെയിലി കാൽക്കുലേഷൻ അത് കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞ വാല്യൂ ആണ്. 5/6 എങ്ങനെ 25ൻ്റെ ക്യൂബ് എന്ന് എഴുതി അറിയാമോ? 5⁻²3 അതാണ് 5/6 എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലുത് ഏതാണ് ഇതിനകത്ത് നമുക്ക് എഴുതുമ്പോൾ 29ൻ്റെ ക്യൂബാണ് ഏറ്റവും വലുത്. അതിലും വലുത് 12⁻4 ആണ്. അതിലും ചെറുത് ഏറ്റവും ചെറുത് 5/6 ആണ്. പക്ഷേ ഇവിടെ റെസിപ്രോക്കൽ എഴുതുമ്പോൾ ഏറ്റവും വലുത് ഇതാവും ഏറ്റവും വലുത്. അപ്പോൾ 5 വരുന്നതാണ് ഏറ്റവും വലുത്. 5 വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? 5 വരുന്ന ഏറ്റവും വലുതാവുന്ന ഈ 2 ഓപ്ഷൻ ഉണ്ട്. അടുത്ത വലുത് ഏതാണ്? അടുത്ത വലുത് ഇപ്പോൾ തിരിയും. 1/, എടുക്കുമ്പോൾ അത് തിരിയും. 5 ആണ് ഇവിടെ ഏറ്റവും 5/5ൻ്റെ പവർ വരുന്ന, അല്ലെങ്കിൽ 5 വരുന്ന 5 നോൺ സീറോ ഡിജിറ്റ് അല്ലെങ്കിൽ ബേസ് ആയിട്ട് വരുന്ന നമ്പറാണ് ഏറ്റവും വലുതായിട്ട് ചെറുതായിട്ട് നമുക്ക് കിട്ടിയത്. പക്ഷേ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വെച്ച് റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് ഏറ്റവും വലുത് ഏതാവും? ഇതാവും. അപ്പോൾ ഇതുമല്ല. ഏറ്റവും വലുത് ഏതാണ്? ഇത് രണ്ടിലാണ്. അടുത്ത വലുത് ഏതായിരിക്കും? അടുത്ത വലുതെന്ന് പറഞ്ഞാൽ അടുത്ത ചെറുതായിരിക്കും. 12 വരുന്നതായിരിക്കും അടുത്ത
വലുതെന്ന് പറയുന്നത്, അപ്പോൾ അടുത്ത വലുതെന്ന് പറഞ്ഞാൽ 12 വരുന്നത്. ഏറ്റവും ചെറുത് ഏതായിരിക്കും? ഇതായിരിക്കും. ഏറ്റവും ചെറുത് ഇതാണ്. അപ്പോൾ ഏറ്റവും ചെറുത് 1/4√29, അതാണ് ഏറ്റവും ചെറുത്. അത് കഴിഞ്ഞിട്ട് 1/√12. ഏറ്റവും വലുതായിരിക്കും 1/√5. അങ്ങനെയുള്ള ഓപ്ഷനുണ്ട്. ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. ഏറ്റവും വലുത് 29ന്റെ ക്യൂബ് ആണെങ്കിൽ ഏറ്റവും ചെറുത് 1/4√29 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ അതായത് only 3 ഈസ് ദ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ എന്നാണ്. അപ്പോൾ only 3 ഈസ് ദ ആൻസർ. ഇതൊക്കെ ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് അധികം ആൾക്കാർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ ചെയ്യിപ്പിക്കാം, ഒരു പ്രശ്നവുമില്ല. ചെയ്ത ക്ലാസ്സുകളെടുത്ത് വീണ്ടും എനിക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ പഠിക്കുമ്പോൾ ആ ലെവലിൽ സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇതെല്ലാം പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ അറിയണം. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും ഈസി ആയിട്ടല്ല വരുന്നത്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത് റൂട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് √26 - 7√3/√14 + 5√3. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതുപോലെ √a/√b എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? √a/b എന്ന് എഴുതാം. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? √26 - 7√3. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം SSC-GD ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെയൊക്കെ കൺസെപ്റ്റുകൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. SSC-GD 2022 പ്ലേലിസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ. ഇപ്പോൾ ഇവിടെ 14 + 5√3 എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് വേണം? ഞാനൊരു പ്രോപ്പർട്ടി പറയാം. ഇവിടെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. ഞാൻ മേളിലും താഴെ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് ഗുണിക്കുന്നു. ഇപ്പോൾ എന്തിനാണ് ഗുണിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. എന്തിനാണ് അത് ഞാൻ പറഞ്ഞുതരാം. സഡ്സിൻ്റെ ഇതിനെയാണ് നമ്മൾ സഡ്സ് എന്ന് പറയുന്നത്. സഡ്സിൻ്റെ റൂട്ട് ഓഫ് സഡ്സ് അത് ഞാൻ ഓൾറെഡി SSC-GD പഠിപ്പിച്ചിട്ടുള്ളതാണ്. സഡ്സിൻ്റെ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. എന്ത് ചെയ്യണം? മേളിലും താഴെ ഞാൻ 2 കൊണ്ട് ഗുണിച്ചു. എന്തിനാണ് 2 കൊണ്ട് ഗുണിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്തുണ്ട്? √52 - 2 × 7√3. അതുപോലെ തന്നെ 14 × 2. മേലും താഴെയും ഒരേ വാല്യൂ കൊണ്ട് ഗുണിച്ചാൽ ടോട്ടൽ വാല്യൂവിന് ചേഞ്ച് വരത്തില്ല. ഇപ്പോൾ 28 + 2 × 5√3 ഇങ്ങനെ വന്നു. ഇവിടെ എന്തിനാണ് സഡ്സിൻ്റെ റൂട്ടിൻ്റെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. 52 - 2 × 7√3. എപ്പോഴും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു സഡ്സിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഫോമുല എന്താ? a² + b² - 2ab ആണ് നമ്മുടെ a - b² എന്ന് പറയുന്നത്. അല്ലെങ്കിൽ a - b എനിക്ക് എന്ത് പറയാം? √a² + b² - 2ab ആണ്. ഇവിടെ സ്ക്വയർ മാറ്റാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്തു? റൂട്ട് എടുത്തു. ഇവിടെ റൂട്ട് എടുത്തപ്പോൾ a - b ആയി. ഇവിടെ റൂട്ട് എടുത്തപ്പോൾ a² + b² - 2ab. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു 2 ഉണ്ടല്ലോ, നമ്മളെപ്പോഴും ഒരു സഡ്സ് ആൻഡ് ഇൻഡിസസിൻ്റെ അല്ലെങ്കിൽ സഡ്സിൻ്റെ ഇതിനാണ് നമ്മൾ സഡ്സ് എന്ന് പറയുന്നത്, ഈ റൂട്ടുള്ള സാധനത്തെ. അതിൻ്റെ റൂട്ട് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് കൊണ്ടുവരണം? 2 കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ആ 2 ഇല്ലായിരുന്നു. 2 ഇല്ലെങ്കിൽ നമുക്ക് റൂട്ട് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ കോഞ്ചുഗേറ്റ് ഒക്കെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അതുകൊണ്ട് ഇവിടെ 2 കൊണ്ടുവരാൻ വേണ്ടിയാണ് എല്ലായിടത്തും എന്ത് ചെയ്തത്? 2 കൊണ്ട് ഗുണിച്ചത്. ഇവിടെ മാത്രമായിട്ട് നമുക്ക് 2 കൊടുക്കാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഷോർട്ട് കട്ടായിട്ട് പറയാൻ ഞാൻ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റുകൾ പഠിപ്പിച്ചതാണ്. ഇവിടെ ഞാൻ കൺസെപ്റ്റ് പറയാനല്ല വന്നത്, എങ്ങനെ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഈ 2നെ മാറ്റി നിർത്തുക. ഇങ്ങനെ ഒരു സഡ്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് റൂട്ട് കിട്ടണമെങ്കിൽ 2നെ മാറ്റി നിർത്തുക. എന്നിട്ട് ബാക്കിയുള്ള വാല്യൂസ് നോക്കുക. എന്നിട്ട് അതിൻ്റെ സ്ക്വയറിൻ്റെ സമ്മായിട്ടായിരിക്കും ഇവിടെ കിടക്കുന്നത്. അതായത് 2 × ab അല്ലേ ഉള്ളത്. അപ്പോൾ എയും ബി 2 നമ്പർ ആണെങ്കിൽ ആ എയുടെയും ബിയുടെയും സ്ക്വയറിൻ്റെ സമ്മാണ് അതിന് മുമ്പിൽ കൊടുത്തിട്ടുള്ള കോൺസ്റ്റൻറ്റ്. അതായത് ഇവിടുത്തെ കേസിൽ പറയുവാണെങ്കിൽ ഇവിടെ 52 എന്ന് എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ കൂടെയുള്ള പ്രോഡക്റ്റുകളുടെ അല്ലെങ്കിൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ സമ്മമാണ്. 7ന്റെ സ്ക്വയറും √3ന്റെ സ്ക്വയറും കൂട്ടുമ്പോഴാണ്. അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എത്തിക്കാം. 7√3 × 1 എന്ന് നോക്കാം. 7√3യുടെ സ്ക്വയറും 1ന്റെ സ്ക്വയറും അങ്ങനെയാണെങ്കിൽ അത് ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താണ്? 7ന്റെ സ്ക്വയർ 49ഉം √3ന്റെ സ്ക്വയർ 3ഉം, അങ്ങനെ നമുക്ക് 52 കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ അകത്തുള്ള ഈ റൂട്ടിനെ നമുക്ക് എങ്ങനെ എഴുതാം? 7ന്റെ സ്ക്വയർ + √3യുടെ സ്ക്വയർ - 2 × 7 × √3. അതായത് a² + b² - 2 × a × b. അതായത് എന്ത് പറയാം? √7 - √3 ദ ഹോൾ സ്ക്വയർ എന്ന് പറയും. 7 - √3 ദ ഹോൾ സ്ക്വയർ ആണ് 52 - 2 × 7 × √3 അല്ലെങ്കിൽ 52 - 14 √3 എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ എപ്പോഴും പോസിറ്റീവ് വലിയ വാല്യൂ എന്ത് ചെയ്യുക? അത് എഴുതുക. നെഗറ്റീവ് വരത്തില്ല ഒരിക്കലും. സ്ക്വയർ വാല്യൂ ആണ്.
സ്ക്വയർ ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, സ്ക്വയറും റൂട്ടും കൂടെ ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം, ആൻസർ 7 മൈനസ് റൂട്ട് 3. അതായത് റൂട്ട് ഓഫ് 52 മൈനസ് 2 ഇൻറ്റു 7 ഇൻറ്റു റൂട്ട് 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റൂട്ട് മാറുമ്പോൾ 7 മൈനസ് റൂട്ട് 3 ആയിരിക്കും ഡിവൈഡഡ് ബൈ. അപ്പോൾ ഇതേപോലെ തന്നെ താഴത്തെ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഈ റൂട്ട് ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടുത്തെ ഇതിനുണ്ട് റൂട്ട് ഓഫ് 28 പ്ലസ് 2 റൂട്ട് 3. നമ്മൾ എന്താ ചെയ്യേണ്ടേ, ഇവിടെ പ്ലസ് ആണ്, അപ്പോൾ ഇവിടെ നടുക്കുന്ന വരും പ്ലസ് വരും. ഇപ്പോൾ 2 മാറ്റി നിർത്തുക, 2 മാറ്റി നിർത്തി 5 ഇൻറ്റു റൂട്ട് 3. അപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ സം എന്താവണം, 28 ആവണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്, 5ഉം റൂട്ട് 3. അതായത് നമുക്ക് എന്ത് പറയാം, ഇതെന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 5 പ്ലസ് റൂട്ട് 3യുടെ ഹോൾ സ്ക്വയർ ആണ്. ഇനി ആരും സഡ്സിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി എവിടെയും പോയി നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഒറ്റ ക്ലാസ്സിലൂടെ നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കേട്ട് പഠിക്കാം. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 5 പ്ലസ് റൂട്ട് 3 എന്ന് എഴുതാം. കാര്യം ഇത് 5 പ്ലസ് റൂട്ട് 3യുടെ ഹോൾ സ്ക്വയറിൻ്റെ റൂട്ടാണ്. അപ്പോൾ റൂട്ടും ഇതുകൂടെ എന്ത് ചെയ്തു, ക്യാൻസലായി പോയി. ക്യാൻസലായി പോകുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാം. റൂട്ട് എന്ന് പറഞ്ഞാൽ റേസ് ടു 1/2 ആണ്. ഇവിടെ പവർ 2 ഉണ്ട്. അതൊക്കെ സഡ്സ് ആൻഡ് ഡിസസ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരിക്കലും മാത്സ് നിങ്ങൾക്ക് അരമണിക്കൂർ കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ സഡ്സ് ആൻഡ് ഡിസസ് ഒന്നും ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറ്റുമെന്ന് പറയുന്നവർക്ക് ആ ക്ലാസ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവത്തില്ല. അത് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പഠിച്ചിട്ട് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഈ ലെവലിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ നമുക്ക് 7 മൈനസ് റൂട്ട് 3 ബൈ 5 പ്ലസ് റൂട്ട് 3 എന്ന് എഴുതാം. അതിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് b പ്ലസ് എ റൂട്ട് 3 ബൈ 11 എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്നുകൂടെ ഒന്ന് ചെറുതാക്കാം. കാര്യം ഡിനോമിനേറ്ററിൽ എന്തില്ല, റൂട്ടില്ല. ഇവിടെ ഡിനോമിനേറ്റർ റൂട്ടില്ല. അപ്പോൾ മേളിലും താഴെ എന്ത് ചെയ്യാം, കോഞ്ചുഗേറ്റ് കൊണ്ട് ഗുണിക്കാം. 7 മൈനസ് റൂട്ട് 3 ഇൻറ്റു ഈ റൂട്ട് കളയാൻ വേണ്ടി പറയുന്ന റാഷണലൈസേഷനാണത്. അതും ചെയ്തിട്ടുണ്ട്, റെയിൽവേയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ റാഷണലൈസേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേളിലും താഴെ എന്ത് ചെയ്യണം, 5 മൈനസ് റൂട്ട് 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ താഴെ ഞാൻ 5 പ്ലസ് റൂട്ട് 3 ഇൻറ്റു ഇവിടെയും 5 പ്ലസ് റൂട്ട് 3, ഇവിടെ 5 മൈനസ് റൂട്ട് 3. അപ്പോൾ താഴെ എന്ത് വരും, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് നമ്മൾ പഠിച്ച എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. 25 മൈനസ് റൂട്ട് 3യുടെ സ്ക്വയർ 3, 22 എന്ന് കിട്ടും. അപ്പം നമുക്ക് പറയാം, നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ വരുവാണ്. ഇനി ഞാൻ എങ്ങനെ എക്സാമിന് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം, പെൻ എഴുതാതെ. ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുവാണ്. ഇപ്പം എന്ത് കിട്ടും, 7 ഗുണം 5 35. എഴുതിക്കോ, 35. ഇവിടെ 7 ഇൻറ്റു മൈനസ് റൂട്ട് 3 മൈനസ് 7 റൂട്ട് 3, റൂട്ട് 3 ഇൻറ്റു 5 പ്ലസ് 5 റൂട്ട് 3. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യനിലായതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, പ്ലസ് റൂട്ട് 3 ഇൻറ്റു മൈനസ് റൂട്ട് 3 മൈനസ് 3 ഡിവൈഡഡ് ബൈ 22. ഇതിൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ എന്താ തന്നിട്ടുള്ളത്, ബി പ്ലസ് എ റൂട്ട് 3 ബൈ 11. നമുക്ക് എന്ത് ചെയ്യാം, ബിയുടെ എയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. ഈ 11ഉം 22 വെട്ടി ഇവിടെ 2 വന്നു. ഇവിടെ 35 മൈനസ് 3 32. ഇവിടെ മൈനസ് 7 റൂട്ട് 3 പ്ലസ് 5 റൂട്ട് 3, അതായത് മൈനസ് 2 റൂട്ട് 3 ബൈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ബൈ 2 ഇവിടെ വരുമ്പോൾ 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും, നമുക്ക് 16 മൈനസ് റൂട്ട് 3. 16 മൈനസ് റൂട്ട് 3 ആണോ, 16 മൈനസ് 32 മൈനസ് 32 മൈനസ്, കാൽക്കുലേഷൻ തെറ്റിയോ, ഇവിടെ 75 35 മൈനസ് 7 റൂട്ട് 3. ഓക്കെ, പ്ലസ് 3 റൂട്ട് 5, ഇവിടെ മൈനസ് 3. കറക്റ്റ് ആണല്ലോ. -6 എവിടെയെങ്കിലും കാൽക്കുലേഷൻ തെറ്റിയിട്ടുണ്ടോ നോക്കണേ. 7 മൈനസ് റൂട്ട് 3. ഓക്കെ, കറക്റ്റാണ്. താഴെയും 5 മൈനസ് 5 പ്ലസ് റൂട്ട് 5 മൈനസ് റൂട്ട് 3 ഉണ്ടാവും. സോറി, കാൽക്കുലേഷൻ ഇവിടെ തെറ്റി എന്ന് പറഞ്ഞാൽ താഴെ എന്താണ്, താഴെ നെഗറ്റീവാണ്, താഴെ പ്ലസ് ആണ്. ഇപ്പോൾ എന്ത് ചെയ്യണം, മൈനസ് ഉണ്ട്. 5 മൈനസ് റൂട്ട് 3 കൊണ്ട് മേളിൽ താഴെ ഗുണിക്കണം. 5 പ്ലസ് റൂട്ട് 3 ആയിരുന്നു താഴെ ഉള്ളത്, മേളിലും താഴെ എന്ത് ചെയ്യണം, 5 മൈനസ് റൂട്ട് 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെയും 5 മൈനസ് റൂട്ട് 3 ആണ്. 7 ഇൻറ്റു 5 35 മൈനസ്, കറക്റ്റാണ്, 7 ഇൻറ്റു മൈനസ് റൂട്ട് 3 മൈനസ് 7 റൂട്ട് 3. ഇനി 3 ഇൻറ്റു, കറക്റ്റ് ആണല്ലോ ഇത്, തെറ്റിയോ നമുക്ക്, 25 മൈനസ് 3 22, കറക്റ്റാണ്. 11 പോയി. ഓക്കെ, സോറി, ഞാൻ എഴുതിയത് ഇവിടെ എന്താണ്, ഇവിടെയും ഞാൻ 7 പ്ലസ്, നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വരുന്ന മിസ്റ്റേക്കാണ്. 7 മൈനസ് റൂട്ട് 3 ആണ്. അപ്പോൾ അതാണ് തെറ്റിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ 7 35 കറക്റ്റാണ്. യെസ്, ഇപ്പോൾ ഓക്കെ, 7 35 കറക്റ്റാണ്. ഇവിടെ മൈനസ് ആണ് 35. ഇനി മൈനസ് 7 റൂട്ട് 3, ഇനി മൈനസ് റൂട്ട് 3 ഇൻറ്റു 5, അതായത് മൈനസ് 5 റൂട്ട് 3. ഇവിടെ മൈനസ് ആണ് വരുന്നത്, ശ്രദ്ധിച്ചോളൂ. ഈ മൈനസും പ്ലസും വലിയ പ്രശ്നമാണ്. റൂട്ട് 3. ഇനി എന്താണ്, ഇവിടെ
മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, +3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? ഓക്കെ, ഇത് നമുക്ക് മായ്ക്കേണ്ടി വരും. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് ഇത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അല്ല. ഓക്കെ, ഇപ്പോഴേ നിങ്ങൾ ഈ ലെവൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവസാനമല്ല ഇത് പഠിക്കേണ്ടത്. ഒരിക്കലും നിങ്ങൾ ആദ്യമേ ചെറിയ ലെവൽ പഠിച്ചിട്ട് ഇത് പഠിക്കാമെന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങൾ ഒരിക്കലും ഇത് ചെയ്യാൻ പോകുന്നില്ല. പഠിക്കുമ്പോൾ ആ ലെവലിൽ തന്നെ പഠിച്ചു പോവുക. പിന്നെ ഈസിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ 2 വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 35 3 38, 38 മൈനസ് 12√3/2. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 വെച്ച് വെട്ടുമ്പോൾ ഇവിടെയും 2 വെച്ച് വെട്ടണം, ഇവിടെ 2 വെച്ച് വെട്ടണം. ഓക്കെ, 2 കോമൺ എടുത്ത് വെട്ടിക്കളയുന്നു. അത് 19 മൈനസ് 6√3യുടെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നിട്ടുള്ളത്. b+a√3. b+a√3. ഇതിനെയാണ് നമ്മൾ കമ്പാരിസൺ എന്ന് പറയുന്നത്. കമ്പാരിസൺ. അപ്പോൾ ഓൺ കമ്പയറിങ് ഞാൻ ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, ഓൺ കമ്പയറിങ് ഇതൊക്കെ എത്ര വാല്യൂ ഉള്ള ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. ഓൺ കമ്പയറിങ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ ബിക്ക് വരെ ആരാളുള്ളത്? 19 ആണ്. b = 19. ഇനി എക്ക് വരെ ആരാണ്? √3യുടെ കൂടെ കിടക്കുന്നവനാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ √3യുടെ കൂടെ കിടക്കുന്ന ആരാണ്? -6 ആണ്. ശ്രദ്ധിച്ചോണം, -6 പ്ലസ് അല്ല, -6. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്? -6 ആണ്. അപ്പം കമ്പയറിങ് ശ്രദ്ധിച്ചോണം. കമ്പയർ ചെയ്ത് ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. 19 - 6√3ക്ക് പകരമാണ് b+a√3 എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ 19ഉം എ എന്ന് പറഞ്ഞാൽ -6ഉം ആണ്. ശ്രദ്ധിച്ചോണം, പ്ലസ് മൈനസ് കൂടെ. ഇപ്പോൾ +-6 എന്ന് എഴുതിയാലും മൈനസ് ആയിട്ടേ നമ്മൾ വായിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ √ബിക്ക് വരം 19 കൊടുത്തു, മൈനസ് എക്ക് വരം -6 കൊടുത്തു. മൈനസും മൈനസും കൂടെ എന്താണ്? പ്ലസ് ആണ്. √25 നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഓപ്ഷൻ എ 5 എന്ന് കിട്ടും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിലൊക്കെ ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് വരും. അപ്പോൾ അതിന് തയ്യാറായിട്ടിരിക്കുക. ഇത് അങ്ങനെ മിസ്ലേനിയസ് ആയിട്ടുള്ള സറ്റ്സ് ആൻഡ് ഡിസസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്? നമ്മൾ കണ്ടുപിടിച്ചു. നമ്മളിവിടെ നോക്കുമ്പോൾ ഇതിന് റൂട്ട് വേണം. ഇവിടെ 2 ഇല്ല, 2 കൊടുക്കണം. അപ്പോൾ 52ഉം -7ഉം √3 കാണുമ്പോൾ തന്നെ 49 ആണ്. അതൊക്കെ നിങ്ങൾ പഠിച്ചോളൂ. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുന്ന സമയത്ത് 7 - √3 ഡിവൈഡഡ് ബൈ താഴെയും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 10 വരും. 5ഉം 5ൻ്റെ സ്ക്വയറും √3യുടെ സ്ക്വയർ 28 ആണ്. ഇവിടെ 28 വന്നു. 5 + √3 വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? × 5 - √3. താഴെ നമുക്ക് 22 വരും. അത് ഈ 11 മാറ്റി വെട്ടി ഇവിടെ 2 വരും. പിന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 38 - 6 √3 കിട്ടും. അപ്പോൾ 19 - 12 √3 കിട്ടും. 6√3യുടെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. b+a√3. ബിയുടെ വാല്യൂ 19 എന്നും എയുടെ വാല്യൂ -6 എന്നും കിട്ടും. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നല്ല പ്രാക്ടീസ് വേണം. ഒരു 4-5 വട്ടമെങ്കിലും ഇത് ചെയ്താലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇന്ന് നമ്മൾ 3 ക്വസ്റ്റ്യനെ ചെയ്തോളെങ്കിലും ഇതെല്ലാം അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഇത് ചെയ്ത് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വരികയും ചെയ്യും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല. ഞാൻ ഉറപ്പാണ്. നിങ്ങൾ മലയാളത്തിൽ പോയി നോക്കിയോ, ഇങ്ങനെ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. അവിടെ നിന്നൊക്കെ കിട്ടിയിട്ട് കാര്യമില്ല. പഠിക്കുമ്പോൾ ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ പഠിക്കാൻ നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ലെറ്റ് x ഒരു വാല്യൂ തന്നിട്ടുണ്ട്, അതിൻ്റെ y ഇങ്ങനെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. വാട്ട്സ് ഓഫ് x² + y². ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വലിയ എന്തോ സംഭവമാണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. PYQ ആണ്. CGL തന്നെ PYQ ആണ്. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈ സീരീസിൽ ഞാൻ ചെയ്യിപ്പിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ CGL ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് യാതൊരു തർക്കവും വേണ്ട. അപ്പോൾ ഇവിടെ എനിക്ക് എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 27ന്റെ raised to 6. നിങ്ങൾ 6 ഒക്കെ പേടിപ്പിക്കാൻ തന്നേക്കുക. നിങ്ങൾ ആ ഒരൊറ്റ ക്ലാസ് കാണുക, SSCGDയുടെ സറ്റ്സ് ആൻഡ് ഡിസസ് കാണും. ഞാനത് നിങ്ങൾ ക്ലാസ് ചെയ്തുകൊണ്ടാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നത്. സറ്റ്സ് ആൻഡ് ഡിസസ് കാണും. 2022 പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 27 raised to 1/6 ആണ് 6th റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 27നെ എനിക്ക് 3ന്റെ ക്യൂബ് എന്ന് എഴുതാം. 3ന്റെ ക്യൂബ് raised to 1/6 ആണ് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതെന്താണ്? 3 raised to 3 × 1/6 ആണ്. a raised to m raised to n എന്ന് പറഞ്ഞാൽ a raised to m × n ആണ്. m × n ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് 3ഉം 6ഉം വെട്ടി 2. അതായത് √3ക്ക് പകരമാണ് ഇവന്മാർ 27ന്റെ 6th റൂട്ട് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഒരു പ്രശ്നമില്ല. മൈനസ് √6 4 24 3 27/4. 27/4 എനിക്ക് എങ്ങനെ എഴുതാം? 27 എന്ന് പറഞ്ഞാൽ 9 × 3 അല്ലേ? 9 × 3. √27/√4 എന്ന് എഴുതാം. √4 2 ആണ്. ഞാൻ താഴെ എഴുതി. 27 എന്ന് പറഞ്ഞാൽ 9 × 3 ആണ്. 9 റൂട്ടിന് പുറത്ത് വരുമ്പോൾ 3 ആവും. അപ്പോൾ 3√3 വന്നു. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് 2√3 - 3√3 -√3. 2 റൂട്ടിൽ നിന്ന് ഒരു √3 പോയാൽ -√3 ആണ്. ഡിവൈഡഡ് ബൈ 2. അതായത് -√3/2 ആണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയത്. അപ്പോൾ നമുക്ക് x² വാല്യൂ അവിടെ നിൽക്കട്ടെ. എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി y വേണം. y എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് ഇതിനകത്ത് എല്ലായിടത്തും √45നെ നമുക്ക് എങ്ങനെ എഴുതാം? √9 × √5 എന്ന് എഴുതാം.
റൂട്ട് 605 എനിക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 121 ഇൻറ്റു റൂട്ട് 5 എന്ന് എഴുതാം. എല്ലാത്തിനകത്ത് റൂട്ട് 5 ഉണ്ട്. ഇതിനെ റൂട്ട് 5 ഇൻറ്റു റൂട്ട് 49 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് റൂട്ട് 5 ഇൻറ്റു റൂട്ട് 16 എന്ന് എഴുതാം. മനസ്സിലാൻ വേണ്ടി എഴുതുന്നത് റൂട്ട് 5 ഇൻറ്റു റൂട്ട് 25 എന്ന് എഴുതാം. ഇത് കാൽക്കുലേഷൻ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്താൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്? റൂട്ട് 5 ഉണ്ട്. എല്ലായിടത്തും ഞാൻ ഒരു റൂട്ട് 5 എങ്ങനെ എന്ത് ചെയ്യാണ്? ക്യാൻസൽ ചെയ്ത് കളയുവാണ്. അങ്ങനെ കളയുമ്പോൾ നമുക്ക് ബാക്കി എന്ത് കിട്ടും? റൂട്ട് 9 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 3 വന്നു. 3 അധികം റൂട്ട് 121 എന്ന് പറഞ്ഞാൽ 11 വന്നു. അധികം റൂട്ട് 240 റൂട്ട് 49 എന്ന് പറഞ്ഞാൽ 7 വന്നു. ഡിവൈഡഡ് ബൈ റൂട്ട് 5 റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 വന്നു. പ്ലസ് റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 5 വന്നു. നമുക്ക് എന്ത് പറയാം? 14 7 21/9. 21/9 എന്ന് പറഞ്ഞാൽ 3 വെച്ച് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് 7/3 എന്ന് കിട്ടും. അപ്പം എക്സിന്റെ വാല്യൂ കിട്ടി, വൈയുടെ വാല്യൂ കിട്ടി. അപ്പം നമ്മുടെ ആൻസർ എന്താ വരുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതട്ടെ. ആൻസർ ഇവിടെ ചെയ്യട്ടെ. എക്സും കിട്ടി, വൈയും കിട്ടി. എത്ര വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ ചെയ്യും. എക്സിന്റെ വാല്യൂ എക്സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 3 മൈനസ് റൂട്ട് 3/2 സ്ക്വയർ. എന്നാൽ മൈനസ് റൂട്ട് 3 സ്ക്വയർ എത്രയാണ്? 3 ആണ്. മൈനസ് ക്യാൻസൽ ആയി പോകും. 2ന്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ 3/4 അധികം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. വൈയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7/3 സ്ക്വയർ ആണ്. 7ന്റെ സ്ക്വയർ 49, 3ന്റെ സ്ക്വയർ 9. നമുക്ക് എന്ത് കിട്ടും? 27 4 ഗുണം 49 160 36 196. 196 27 ആണ്. 196 27 196 20 എന്ന് പറഞ്ഞാൽ 216 223/36. എവിടെ ഉണ്ട് ഓപ്ഷൻ? ഓപ്ഷൻ എ നമുക്ക് കിടപ്പുണ്ട്. ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും. ഇത് എങ്ങനെ ഇത് ചെയ്യണം, ഇതിനകത്തുള്ള അപ്രോച്ചാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ട് പേടിച്ച് പോവുകയാണെങ്കിൽ പോയി. ഇത് സെക്കൻഡ് റൗണ്ടിൽ ചെയ്താൽ മതി. ഈ ക്വസ്റ്റ്യനൊക്കെ സെക്കൻഡ് റൗണ്ടിൽ ചെയ്താൽ മതി. എന്താണ് സെക്കൻഡ് റൗണ്ട് എന്നൊക്കെ പുതുതായിട്ട് വരുന്നവർക്ക് അറിയില്ല. അവരൊക്കെ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ തന്നെ ഈ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. ഒരിക്കലും ആദ്യം ബേസ് പഠിച്ചിട്ട് പിന്നെ നിങ്ങൾ ടഫായിട്ടുള്ളത് പഠിക്കുക അങ്ങനെ വിചാരിക്കരുത്. പഠിച്ചു പോകുമ്പോൾ 0 ലെവലിൽ നിന്ന് തന്നെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടും തീർക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ ചെയ്യാൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ്. ഇതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. ഇതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ കോഞ്ചുഗേറ്റ് ഒക്കെ എടുത്ത് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഞാൻ വേണമെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വല്ല ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കട്ടെ. എല്ലാം കൂടി ഇന്ന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. യെസ്, ഈ ക്വസ്റ്റ്യൻ ഇത് വേണം ചെയ്യാം. ഇവിടെ നോക്ക്. എക്സിൻ്റെ വാല്യൂ റൂട്ട് ഓഫ് 1 പ്ലസ് റൂട്ട് 3/2 മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് റൂട്ട് 3/2 ഇങ്ങനെ വന്നിട്ടുള്ളത്. നമുക്ക് എക്സിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എക്സിൻ്റെ വാല്യൂ എന്ത് വരും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനിവിടെ എക്സിനെ നമുക്ക് എഴുതാം. റൂട്ട് ഓഫ് ഇതിനെ സോൾവ് ചെയ്യാണ്. 2 പ്ലസ് റൂട്ട് 3/2 മൈനസ് റൂട്ട് ഓഫ്. ഓക്കെ, ഞാൻ ആദ്യം ഇതിനെ മാത്രം സോൾവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ വഴി ഞാൻ കാണിച്ചിരിക്കുക. മെയിൻസിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. CGL മെയിൻസിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്? റൂട്ട് ഓഫ് 1 പ്ലസ് റൂട്ട് 3/2 എന്ന് പറയുന്ന വാല്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ എന്ത് വരും നമുക്ക്? അത് എന്താണോ വരുന്നത് അതിനകത്തുനിന്ന് പ്ലസ് ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൈനസ് അങ്ങ് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് 2 പ്ലസ് റൂട്ട് 3 ക്രോസ് ചെയ്യുക. എങ്ങനെയാണ് ഫ്രാക്ഷൻ കൂട്ടുന്നത് അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതൊക്കെ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കേണ്ടതാണ്. ഓപ്ഷൻ കണ്ടോ എങ്ങനെയാണ് കിടക്കുന്നത്. സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ പറ്റും നോക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ 2 പ്ലസ് റൂട്ട് 3/2. ഇപ്പോൾ മേളിൽ നിന്നാണ് ഞാൻ പറഞ്ഞു സഡ്സിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വേണം? ആ പ്ലസ് കഴിഞ്ഞിട്ട് ഹലോ ഓക്കെ, ആ പ്ലസ് കഴിഞ്ഞിട്ട് എന്ത് വേണം? 2 വേണം. ഇപ്പോൾ 2 വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മേളിലും താഴെ നമ്മൾ 2 കൊണ്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം. 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? റൂട്ട് ഓഫ് 4 പ്ലസ് 2 റൂട്ട് 3 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ എന്ത് വന്നു? 2 വന്നു. എന്നിട്ട് നമുക്ക് റൂട്ട് 3 × 1 ഉണ്ട്. അപ്പോൾ 2 നമ്പർ വേണം. അതിൻ്റെ സ്ക്വയറിൻ്റെ സം എന്ന് പറഞ്ഞാൽ 4 വരണം. അങ്ങനെയുള്ള 2 നമ്പർ ഏതുണ്ട്? റൂട്ട് 3ഉം 1ഉം. റൂട്ട് 3യുടെ സ്ക്വയർ 3ഉം 1ന്റെ സ്ക്വയർ 1ഉം. ഇപ്പം നിങ്ങൾ ആ റൂട്ട് കണ്ടുപിടിക്കാൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിനെ അകത്തുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അകത്തുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ട് 3 + 1ന്റെ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അത് റൂട്ടിന് പുറത്ത് വരുമ്പോൾ റൂട്ട് 3 + 1. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ പഠിച്ചാൽ മതി. 2 മാറ്റി നിർത്തുക. ബാക്കി 2 നമ്പേഴ്സ് അതിൻ്റെ പ്രോഡക്റ്റ് സ്ക്വയറിൻ്റെ സമ്മാണ് ഇതെന്ന് പറയുന്നത്. റൂട്ട് 3ഉം 1ഉം ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? റൂട്ട് 3 + 1 എന്താണ്? പ്ലസ് ആണെങ്കിൽ പ്ലസ് എഴുതാം. ഡിവൈഡഡ് ബൈ 4ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. അപ്പോൾ ഫസ്റ്റ് ഈ ടൈം എന്ന് പറഞ്ഞാൽ റൂട്ട് 3 + 1/2. അങ്ങനെയാണെങ്കിൽ ഈ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് 1 മൈനസ് റൂട്ട് 3/2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൂട്ട് 3 - 1/2. റൂട്ട് ഓഫ് 1 + റൂട്ട് 3/2 റൂട്ട് 3 + 1/2 ആണെങ്കിൽ റൂട്ട് ഓഫ് 1 - റൂട്ട് 3/2 റൂട്ട് 3 - 1/2 ആയിരിക്കും. കാര്യം ഇവിടെ മൈനസിന് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഇങ്ങനെ ചെയ്താൽ സെയിം അതേ കിട്ടത്തുള്ളൂ. മേളിൽ റൂട്ട് 3 - 1 വരും, താഴെ 2 വരും. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി റൂട്ട് 3 + 1/2 മൈനസ്, ശ്രദ്ധിച്ചോണം, റൂട്ട് 3 - 1/2. നമുക്ക് എന്ത് പറയാം? ഇവിടെ 2 കോമൺ ആണ്.
√3 + 1 ഇവിടെ -√3 മൈനസ് അകത്തോട്ട് പോകുമ്പോൾ എന്താവും -√3 ആവും. അപ്പോൾ √3 വെട്ടിപ്പോവും. ഇവിടെ 1 ഈ 1 എഴുതി മൈനസും ഈ മൈനസും കൂടെ പ്ലസ് ആയി. 1 + 1 2/2 നമുക്ക് എക്സിൻ്റെ വാല്യൂ ഒന്ന് കിട്ടി 1 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടിയാൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ആൻസർ ഞാൻ ഇവിടെ എഴുതും. ആൻസർ ഓക്കെ ഇവിടെ ഒരു ബോക്സിൽ എഴുതാം. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്തത്. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ആൻസർ എഴുതുവാണ്. ആൻസർ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? നമുക്ക് √3 - 1 ഡിവൈഡഡ് ബൈ √3 + 1 ആണ്. മേലും താഴെ എന്ത് ചെയ്യാം? √3 വെറുതെ ഇട്ടേക്കണ്ട. മേലും താഴെ √3 - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ താഴെയും √3 - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. റാഷണലൈസേഷൻ കുറച്ച് സ്റ്റെപ്പ് കൂട്ടിയാണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? √3 × √3 3, √3 × -1 -√3, ഇവിടെ -1 × √3 -√3, അത് -2√3, ഇനി -1 × -1 +1, അതായത് 2 - 2√3 ഡിവൈഡഡ് ബൈ ഒരു വാല്യൂ കിട്ടും. √3 + 1 × √3 - 1 a + b × a - b a² - b². √3യുടെ സ്ക്വയർ 3ഉം 1ൻ്റെ സ്ക്വയർ 1ഉം. അപ്പോൾ 3 - 1 2 എന്ന് കിട്ടും. അപ്പോൾ 2 നമ്മുടെ ആൻസർ ആണിത് കേട്ടോ. ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 2 - 2√3/2. 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ 2 കോമൺ ആയിട്ട് എടുത്ത് വെട്ടിക്കളയുമ്പോൾ 1 - √3 എന്ന് കിട്ടും. 1 - √3 എന്ന് പറയുമ്പോൾ √3 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.732 ആണ്. അപ്പോൾ 0.73 എന്ന് കൊടുക്കാം. ഏകദേശം 2 ഡെസിമൽ പ്ലേസിന് അടുത്താണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ എന്താ? 1 - 0.73, അതായത് 0.27. എവിടെ ഉണ്ട് ഓപ്ഷൻ ബി. ഇത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. എത്ര പേര് നിങ്ങളിപ്പോൾ മെയിൻസ് എഴുതാൻ പോകുന്നവർ പോലും ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തില്ല, ചിലപ്പോൾ അറ്റംപ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ഈ ലെവലിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. ഇങ്ങനെയാണ് സഡ്സ് ആൻഡ് ഡിസസ്. ഇത് നിങ്ങളെല്ലാവരും തഴഞ്ഞു കളയുന്ന ഒരു ചാപ്റ്ററാണ്. സഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡിസസ് എന്താണ്, അതൊന്നും അറിയില്ല. എന്നാൽ പഠിക്കാത്ത പോലെ 1-2 ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. 0.25ഉം 0.27ഉം ഒക്കെ അടുത്തടുത്ത ഓപ്ഷൻ ഉള്ളത്. ഈ മെത്തേഡിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഓരോ ടോപ്പിക്കും നിങ്ങൾ ഇതേപോലെ പഠിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങളുടെ ലെവൽ എന്തായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. യെസ്. ഇനി അടുത്തത് നമുക്ക് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെയ്തു. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. യെസ്, സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഓരോന്നായിട്ട് സോൾവ് ചെയ്യാം. ആദ്യം ഇതിനെ നമുക്ക് എടുക്കാം. ഇതിനെ എടുക്കുന്ന സമയത്ത് 2√10 ഇൻറ്റു, ഞാൻ ഇതിനെ ഒരു ടേമായിട്ട് എടുത്തു, ഇതിനെ സെക്കൻഡ് ടേമായിട്ട് എടുത്തു. √5 + √2, ഇതിൻ്റെ കോഞ്ചുഗേറ്റ് √5 + √2 ഒരു ടേമായിട്ട് എടുത്തു. ഇവിടെ -√7 ആയതുകൊണ്ട് +√7. അപ്പോൾ താഴെ എന്ത് ചെയ്യുന്നു? √5 + √2 -√7 ഇൻറ്റു √5 + √2 +√7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. a + b × a - b. ഇതാണ് a എന്ന് പറഞ്ഞ ടേം, ഇതാണ് b എന്ന് പറഞ്ഞ ടേം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ എടുത്തെഴുതുന്നില്ല. ഒരുപാട് എഴുതി കഴിഞ്ഞാൽ ഒരുപാട് എഴുതേണ്ടി വരും. മേളിലും താഴെ എന്ത് ചെയ്യുന്നുണ്ട്? സെയിം വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മേളിൽ മൾട്ടിപ്ലൈ ചെയ്താണിത്. അപ്പോൾ താഴെ എന്ത് വരും? a². ഒരു ടേമും അതിൻ്റെ വേറൊരു ടേമുമായിട്ടുള്ള ഡിഫറൻസ്, അതേ ടേമും അതുമായിട്ടുള്ള സമ്മ്. അപ്പോൾ പ്ലസ് മൈനസും അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ a² - b². ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ √5 + √2ൻ്റെ സ്ക്വയർ a + b ² എന്ന് പറഞ്ഞാൽ എന്താണ്? a² + b² + 2ab ആണ്. അപ്പോൾ √5ൻ്റെ സ്ക്വയർ 5 ആണ്, √2ൻ്റെ സ്ക്വയർ 2 ആണ്. അപ്പോൾ 5 + 2 a² + b² ചെയ്യുമ്പോൾ √5ൻ്റെ സ്ക്വയർ 5ഉം √2ൻ്റെ സ്ക്വയർ 2ഉം. അപ്പോൾ 5 + 2 7 വന്നു. 7 + 2 × √5 × √2 √a × √b എന്ന് പറഞ്ഞാൽ √ab ആണ്. √5 × √2 എന്ന് പറഞ്ഞാൽ √10 ആണ്. 7 + 2 √10 a² - b² മൈനസ് a² ആയതുള്ളൂ, ഫസ്റ്റ് ടൈമിൻ്റെ സ്ക്വയർ ആയതുള്ളൂ, മൈനസ് സെക്കൻഡ് ടൈം √7 ആണ്, അതിൻ്റെ സ്ക്വയർ 7 ആണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈമിന് നമുക്ക് 7 വെട്ടിപ്പോയി. ഇവിടെ 2√10ഉം 2√10ഉം വെട്ടിപ്പോയി. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടി? ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ √5 + √2 + √7 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈം. ഇനി നമുക്ക് സെക്കൻഡ് ടൈമിന് എടുക്കാം. മൈനസ് ഇവിടെ ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ടൈമാണ്. അപ്പോൾ സെക്കൻഡ് ടൈം നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും. കുറച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയാലുണ്ടല്ലോ പിന്നെ നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഒക്കെ നല്ല രീതിയിൽ ബൂസ്റ്റ് ആവും. പിന്നെ മാത്രം ചെയ്യുമ്പോൾ √5 - 2 ഡിവൈഡഡ് ബൈ മേളിൽ താഴെ എന്ത് ചെയ്യുക? കോഞ്ചുഗേറ്റ് കൊണ്ട് ഗുണിക്കുക. √5 - 2 കൊണ്ട് തന്നെ ഗുണിക്കുക അല്ലേ? √5 എന്താണുള്ളത് ആ ടൈം, ആദ്യത്തെ ടൈം അതേപോലെ എഴുതുക, വലിയ ടൈം അതേപോലെ എഴുതുക, വലുതേ മൈനസ് ചെറുത് അങ്ങനെ മൾട്ടിപ്ലൈ ആയിട്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് ഒക്കെ വരും. റൂട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് ആക്കരുത്. റൂട്ടിൻ്റെ അവിടെ ഉള്ള വാല്യൂ തന്നെ മാറ്റണമെന്നില്ല. ഏതാണോ വലിയ വാല്യൂ √5 ആണ്, രണ്ടിനേക്കാളും വലുത്. ഇത് √4 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? പ്ലസിൻ്റെ സ്ഥാനത്ത് മൈനസ് ആക്കി കോഞ്ചുഗേറ്റ് കൊണ്ട് ഗുണിക്കുക. അപ്പോൾ മേളിൽ താഴെ എന്ത് ചെയ്തു? √5 - 2 കൊണ്ട് മേളിൽ താഴെ ഗുണിച്ചു. അപ്പോൾ താഴെ √5 - 2 കൊണ്ട് ഗുണിക്കുമ്പോൾ മേളിലും ഉണ്ട് കേട്ടോ √5 - 2. ഓക്കെ, ഞാൻ എഴുതി ചുമ്മാ സ്ഥലം തീർക്കാതിരിക്കാൻ വേണ്ടിയാണ് അത്രയും എഴുതാത്തത്. അപ്പോൾ താഴെ മേളിലും √5 - 2 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും?
നമുക്ക് എന്ത് കിട്ടും √5 + 2 × √5 - 2 താഴെ a + b × a - b a² - b². √5ന്റെ സ്ക്വയർ 5ഉം 2ന്റെ സ്ക്വയർ 4ഉം, അതായത് 5 - 4 അല്ലേ. √5ന്റെ സ്ക്വയർ 5, 2ന്റെ സ്ക്വയർ 4, 5 - 4 കിട്ടും. അപ്പോൾ മേളിൽ √5 - 2 × √5 - 2, അതായത് √5 - 2ന്റെ ഹോൾ സ്ക്വയർ വരും. അത് റൂട്ടിന്റെ പുറത്ത് വരുമ്പോൾ എന്താവും, √5 - 2 ² √5 - 2 എന്ന് വരും. അപ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂ എന്താണ്, √5 - 2. ഇനി അടുത്തത് മൈനസ്, ഇനി 3/√7 - 2 എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് അത് എഴുതി. ഇനി ഈ വാല്യൂ ഇവിടെ എഴുതുന്നത് മൂന്നാമത്തെ വാല്യൂ ആണ്. അപ്പോൾ 3 × മേളിലും താഴെ എന്ത് ചെയ്യുക, √7 + 2 കൊണ്ട് ഗുണിക്കാം. എന്തിനു വേണ്ടിയാണ് ആ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ a + b × a - b ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ താഴെ എന്ത് വരും, √7 - 2 സെയിം പ്രോസസ്, √7 + 2. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം, 3 × √7 + 2 ഡിവൈഡഡ് ബൈ a². √7ന്റെ സ്ക്വയർ 7 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്. a² - b², 7 - 4 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3യും 3യും വെട്ടിപ്പോയി. നമുക്ക് √7 കണ്ടോ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു ബ്യൂട്ടി കണ്ടോ. √7 + 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ, ഫൈനൽ ആൻസർ എന്ത് ചെയ്യാം, ഫൈനൽ ആൻസർ കൊടുക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒരു +√5 ഉണ്ട്, അത് ഈ -√5 ആയിട്ട് എന്ത് ചെയ്യും, -√5 ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ ഒരു +√2 ഉണ്ട്, ആ √2നെ വെട്ട ആരെങ്കിലും ഉണ്ടോ, ഇല്ല. അപ്പോൾ നമ്മുടെ ആൻസറിനകത്ത് √2 ഉണ്ട്. ഇനി ഇവിടെ ഒരു +√7 ഉണ്ട്, അത് ഈ -√7 ആയിട്ട് എന്ത് ചെയ്യും, മൈനസ് ആകത്തോടും മൈനസ് ആവും, -√7 ആയിട്ട് എന്ത് ചെയ്യും, അത് വെട്ടിപ്പോവും. ഇനി ആരാ ഉള്ളത്, ഇനി ഇവിടെ ഒരു മൈനസും +2 ഉണ്ട്, ഇവിടെ ഒരു മൈനസും അകത്തോട്ട് പോകുമ്പോൾ -2 ഉണ്ട്, +2 -2 അതും വെട്ടിപ്പോയി. നമുക്ക് ആൻസർ എന്ത് വരും, √2 എന്ന് ആൻസർ വരും. ഓപ്ഷൻ ബി. ഇത്രയും വലിയൊരു ക്വസ്റ്റിന് ഇത്രയും ചെറിയൊരു ആൻസർ എന്താണ്, ഓപ്ഷൻ ബി √2 ആണ്. അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ക്വാളിറ്റി കണ്ടോ നിങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല, ഇതെല്ലാം വേറെ ആരും ഉണ്ടാക്കിയതല്ല, SSCക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, TCS തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പ് ചോദിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സഡ്സിൻ്റെ റൂട്ട് എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. എന്നിട്ട് കമ്പയർ ചെയ്യുന്നത്, എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ചോദിച്ച രീതി, ആ എക്സ്പോണൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ നിങ്ങളെ സഹായിക്കും. ഇത് സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബാക്കി ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ചെയ്യുമ്പോൾ 2-3 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാൻ നമുക്ക് 1 മണിക്കൂർക്കുള്ളൊന്നും ക്ലാസ്സിൻ്റെ ആവശ്യമില്ല. 1/2 മണിക്കൂർ, 3/4 മണിക്കൂർ, മാക്സിമം 40 മിനിറ്റ്. ബാക്കി നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതൊക്കെ കാണാം. ക്ലാസ്സുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ക്ലാസ്സുകൾ കാണുക. ഓക്കെ, ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക. നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഇതെന്ന് നമ്മൾ ചെയ്ത ടൈപ്പാണ് കേട്ടോ, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കുക. അതുപോലെ ഇതെന്ത് ചെയ്യാം, ചെയ്ത് നോക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഹോംവർക്ക് ആയിട്ട് ചെയ്ത് ആൻസർ പറയാൻ നോക്കുക. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതേപോലത്തുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ വില നിങ്ങൾക്ക് ഒരിക്കലും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് എനിക്ക് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റും, പക്ഷേ അത് നിങ്ങളുടെ ഒരു ഇതുകൂടെ കണ്ടിട്ട്, അത് ഓൾറെഡി നമ്മളെ ക്ലാസ്സിൽ ചാനലിലൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളത് കമൻ്റായിട്ട് പറയുക. നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ തിരിച്ചെത്തി, എനിക്കറിയാം. ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ മെത്തേഡ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. നന്നായിട്ട് പഠിക്കുക. എല്ലാ ക്ലാസ്സുകളും കണ്ട് നന്നായിട്ട് ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷനിലെ ക്ലാസ്സുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. ഡെമോ ക്ലാസ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സൊക്കെ നമുക്ക് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് വരാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വസ്റ്റ്യൻസിൻ്റെ സീരീസ് നിങ്ങളെല്ലാവരും കാണുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.